ആചാരപരമായ പ്രാധാന്യത്തോടെ ആളുകൾ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന ദിവസമാണ് അക്ഷയ തൃതീയ. ഈ മാസം 19-നാണ് അക്ഷയ തൃതീയ വരുന്നത്. സ്വർണത്തിന് വില കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തവണ പ്രതീക്ഷിക്കുന്ന കച്ചവടം ഉണ്ടാകില്ലെന്ന് കച്ചവടക്കാർ വിലയിരുത്തുന്നു. സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ്. അക്ഷയ തൃതീയയ്ക്ക് മുന്നോടിയായി സ്വർണം വാങ്ങണോ അത് വില കുറയാൻ കാത്തിരിക്കണോ എന്നാണ് ആളുകളുടെ സംശയം. ഇന്ത്യക്കാരെ സംബന്ധിച്ച് സ്വർണം എന്നത് നിക്ഷേപ ആസ്തി മാത്രമല്ല, ഒരു സാംസ്കാരിക മതപരമായ പ്രാധാന്യം കൂടി ഈ മഞ്ഞലോഹത്തിന് നൽകുന്നുണ്ട്. സമൃദ്ധി, ഐശ്വര്യം, ദീർഘകാല സമ്പത്ത് എന്നിവയുടെ പ്രതീകമായി സ്വർണത്തെ കാണുന്നതുകൊണ്ട് തന്നെ പ്രധാന ഉത്സവ സീസണുകളെല്ലാം ഒരു തരി പൊന്നെങ്കിലും വാങ്ങുന്നത് ഐശ്വര്യമുള്ളതായി കണക്കാക്കുകയാണ് പലരും. അത്തരത്തിൽ ആചാരപരമായ പ്രാധാന്യത്തോടെ ആളുകൾ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന ദിവസം കൂടിയാണ് അക്ഷയ തൃതീയ. ഈ മാസം 19-നാണ് അക്ഷയ തൃതീയ വരുന്നത്. അതായത് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. വില കൂടുതലാണെങ്കിലും ഈ വർഷവും അക്ഷയ തൃതീയ ദിനത്തിൽ വലിയ രീതിയിലുള്ള വിൽപ്പന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കച്ചവടക്കാർ. എന്നാൽ ഇത്തവണ പ്രതീക്ഷിക്കുന്ന കച്ചവടം ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തുന്നത്. അതായത് കഴിഞ്ഞ അക്ഷയ തൃതീയ മുതൽ ഇതുവരെ സ്വർണ്ണവിലയിൽ ഏകദേശം 60% മുകളിലാണ് ഉയർച്ച രേഖപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ഇത്രയധികം വില കൊടുത്ത് സ്വർണം വാങ്ങണോ വേണ്ടയോ എന്ന് തന്നെയാണ് ഉപഭോക്താക്കൾ ചിന്തിക്കുകയെന്നാണ് പറയുന്നത്. 2025 10 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന് ഏകദേശം 96,000 മുതൽ 97,000 രൂപ വരെയായിരുന്നു. എന്നാൽ അതിപ്പോൾ 1,50,000 മുതൽ 1,55,000 വരെയാണ് നിൽക്കുന്നത്. 22 ക്യാരറ്റിനും വലിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 87,000 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 1,10,000-ഉം 1,12,000-നും മുകളിലാണ് വില നിൽക്കുന്നത്. ഏകദേശം 60% വർധനവാണ് 22 ക്യാരറ്റിന് രേഖപ്പെടുത്തുന്നത്. ഇത് നിക്ഷേപകർക്ക് മികച്ച ലാഭം നൽകുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് നൽകുന്നത്. 2027-ലെ അടുത്ത അക്ഷയ തൃതീയയോടെ സ്വർണം കൂടുതൽ നേട്ടം തുടരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. ഇറാൻ-US സംഘർഷം തുടരുന്നത്, അതിന്റെ ഫലമായി എണ്ണവിലയിലുണ്ടായ വർധനവും പണപ്പെരുപ്പ്, സമ്മർദ്ദം എന്നിവ കാരണം പലിശ നിരക്കുകളിലെ അനിശ്ചിതത്വം ഉയർന്നു നിൽക്കുകയാണ്. US ഫെഡറൽ റിസർവിന്റെ സമീപകാല നിലപാടുകൾ ഉയർന്ന പലിശ നിരക്കുകൾ നീണ്ടുനിൽക്കുമെന്ന സൂചനയും നൽകുന്നു. ഒപ്പം ഇറാൻ-ഇസ്രയേൽ സംഘർഷം വെടിനിർത്തൽ കരാറിലേക്ക് പോയതോടെ സമീപ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ മുന്നേറ്റമുണ്ടാകുന്നുണ്ട്. എന്നാൽ ഡോളർ ദുർബലമാവുകയും ക്രൂഡ് വില താൽക്കാലികമായി താഴുകയും ചെയ്ത സാഹചര്യത്തിലുണ്ടായ ഉയർച്ചയിൽ നിന്നും വില താഴേക്ക് വരുന്നതും കണ്ടു. എന്നാൽ ഇന്നും ഇന്നലെയുമായി എല്ലാം ചെറിയ കയറ്റവും ഇറക്കവും കാണിക്കുന്നുണ്ട്. നിലവിൽ സ്വർണ്ണവിലയെ സംബന്ധിച്ച് പിടിച്ചു നിർത്തുന്ന കാര്യം എന്താണെന്നുള്ളത് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണം നൽകുന്ന പ്രതീക്ഷകൾ വാനോളമാണ്. എന്തായാലും വില കുത്തനെ കൂടുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ വരുന്നത്. ആയതിനാൽ തന്നെ ഐശ്വര്യം നോക്കാതെ തന്നെ നിലവിലുള്ള വിലയിൽ സ്വർണ്ണപ്രേമികൾക്ക് സ്വർണം വാങ്ങുന്നതാണ് നല്ലതെന്ന് വ്യാപാരികളും പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.